വൈകുന്നേരം ആയപ്പോൾ ഞാനും കുരുപ്പും കൂടി നേരെ ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറി. ഇഷ്ടം ഉണക്ക കരിയിലയാണ് കേട്ടോ. ഇല പൊഴിയുന്ന ടൈമല്ലേ, അതുകൊണ്ട് റബ്ബറിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു. പക്ഷെ ഒരുപാട് കിളിർത്ത് കേട്ടോ, ഇലകളൊക്കെ തളിർത്ത് കിളിർത്തു. അപ്പോൾ ഇനി ഉടനെ ഒന്നും ഇല പൊഴിയത്തില്ല. അപ്പോൾ കുരുപ്പ് ആദ്യമായിട്ടാണ് ടെറസിൻ്റെ മണ്ടയിൽ കയറുന്നുണ്ട്. അവൾ മുക്കും മൂലം എല്ലാം പോയി മണപ്പിക്കുക കേട്ടോ. പിന്നെ അവൾക്കൊരു എക്സ്പ്ലോർ അല്ലേ, അവൾ എക്സ്പ്ലോർ ചെയ്യട്ടെ, താഴെ കൂടെ അല്ലേ നടക്കുന്നുള്ളൂ. അപ്പം കയറി വന്നത് സ്റ്റെപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കയറി വന്നത് ഇതുപോലെ ഏണി വെച്ചിട്ട്. അതുകൊണ്ട് കുരുപ്പിന് തിരിച്ചിറങ്ങി പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇറങ്ങുവാണെങ്കിലും ആ ഷെയ്ഡിലോട്ട് ചാടത്തേ ഉള്ളൂ. എന്നിട്ട് 4 ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് നേരെ പിന്നെയും വന്നിടത്ത് വരും. അപ്പം ഞാൻ തൂക്കാൻ തുടങ്ങി ആ ഒരു ടൈമിൽ തന്നെ ഈ കരിയിലയുടെ ഭയങ്കര സൗണ്ടാണല്ലോ, ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ട് കിടക്കുന്ന കരിയിലയല്ലേ. സൗണ്ട് കേട്ടപ്പോഴൊക്കെ കുരുപ്പ് ഇറങ്ങി ഓടി ഷെയ്ഡേ ചാടി. പിന്നെ അവളെ പിടിച്ച് കയറ്റി വെച്ചു. പക്ഷേങ്കിൽ അവളെ ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ. ഇത് രണ്ടാമത് ഞാൻ പിടിച്ച് കയറ്റി വെച്ചത്. അവളൊരു 5 മിനിറ്റ് ഇരുന്നു. പക്ഷേ ഈ കരിയിലയുടെ ഭയങ്കര സൗണ്ട് അവൾക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഞാൻ പിന്നെ നേരെ അവളെ താഴെ വീട്ടിൽ കൊണ്ട് പൂട്ടിയിട്ടു. അത് ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്നു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. 4-4:30 സമയമാണെങ്കിലും നല്ല കാറ്റാണ് ഇവിടെ. ഇച്ചിരി ഒരു പൊക്കം പ്രദേശം പോലെയാണ്, അപ്പോൾ നല്ല കാറ്റായിരുന്നു. ഇതെല്ലാം വാരിക്കളഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് പായലായി പിന്നെ നമുക്ക് അകത്തോട്ട് ഈർപ്പം ഇറങ്ങും. അതുപോലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറും. എപ്പോൾ ഈർപ്പം തട്ടുന്നു അപ്പം ഞാൻ കയറി ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണിത് വാരിക്കളഞ്ഞ്. ഇപ്പം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കുശു എന്ന് പറഞ്ഞാൽ ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് അങ്ങ് എടുത്ത് കളയാൻ പറ്റും. പിന്നെ ഇരട്ടിപ്പണിയെന്ന് പറഞ്ഞാൽ ഇത് നേരെ താഴോട്ട് വാരിയിടുന്നു, താഴേന്ന് നേരെ ഷെയ്ഡേൽ വീഴുന്നു, ഷെയ്ഡേന്ന് നേരെ താഴെ വീഴുന്നു. ഒരു മെനക്കെട്ട പണിയായിരുന്നു. ഇതിൽ ചാക്കുണ്ടായിരുന്നെങ്കിൽ ചാക്ക് കയറ്റിയാൽ മതിയായിരുന്നു. പക്ഷേ ചാക്കില്ല, അതെന്തോ ചെയ്യാനാണ്. അപ്പം ഞാൻ പിന്നെ എല്ലായിടവും നല്ല 4 സൈഡും അതിങ്ങനെ കാറ്റടിച്ച് 4 സൈഡിലായിട്ട് കിടക്കുവാണ്. അപ്പം പിന്നെ സെൻറ്ററൊന്നും തൂക്കേണ്ടി വന്നില്ല. ഞാൻ നന്നായിട്ട് പൊടിയെല്ലാം തൂത്ത് കളഞ്ഞു. കാരണം ഇനി ഒരു മഴ പെയ്താൽ അതെല്ലാം കൂടെ പായലാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ടാങ്ക് നോക്കി, ടാങ്കിനകത്ത് അങ്ങനെ അഴുക്കൊന്നുമില്ല, നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ് കേട്ടോ. ഭയങ്കര കാറ്റും, ഒരു രക്ഷയില്ലാത്ത കാറ്റും കൂടിയാണ്. അപ്പം ഞാൻ എല്ലാ സൈഡിലെയും കരിയിലെല്ലാം തൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ കുറേ പായലൊക്കെ ഉണങ്ങിയത് കിടപ്പുണ്ടായിരുന്നു. ഞാനതെല്ലാം വഴി താഴോട്ടിട്ടു. പിന്നെ താഴേന്ന് ഷെയ്ഡിൽ നിന്ന് വാരി താഴോട്ട് കളഞ്ഞു. ഇരട്ടിപ്പണിയാണ്, പക്ഷെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്തല്ലേ പറ്റൂ. കാറ്റാണെങ്കിൽ അങ്ങ് അടാറ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് തൂക്കുക എന്നുള്ളതായിരുന്നു വൈകുന്നേരത്തെ ഒരു പണി. എൻ്റെ പൊന്നോ, എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യായിരുന്നു കേട്ടോ. ഈ റബ്ബറിൻ്റെ പൂവിൻ്റെ പൊടിയും അവിടുത്തെ പൊടിയും എല്ലാം കൂടെ എൻ്റെ പൊന്നോ നല്ല ചൊറിച്ചിലും. പിന്നെ ഷെയ്ഡ് വൃത്തിയാക്കിയത് വളരെ സാഹസികമായിട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതേ ഇല്ല. ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവരൊക്കെ എന്നെ തെറി പറയും. അതുപോലെ സാഹസികതയിൽ നിന്നാണ് ഞാൻ ഷെയ്ഡ് വൃത്തിയാക്കിയത്. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു വീടിൻ്റെ മണ്ടയ്ക്ക് ഒരു 10-15 തവണ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തവണ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്കത് എനിക്ക് വലിയ ഹൈറ്റൊന്നും വലിയ പേടിയായിട്ട് തോന്നിയില്ല. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തല്ലേ ഒരാളെ നിർത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ പോകും 1000 രൂപ, ആ ഒരു റേഞ്ചാണ്. പിന്നെ വെറുതെ എന്തിനാണ്, നമുക്ക് ചെയ്യാനൊരു മനധൈര്യം ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. വീടും പറമ്പും ചുറ്റുപാടും ഒക്കെ വൃത്തിയാക്കി ഇടുക, അതല്ലേ നമ്മുടെ മെയിനായിട്ടുള്ളൊരിത്. അങ്ങനെ അതെല്ലാം കൂടെ വൃത്തിയാക്കിയിട്ടു. പിന്നെ താഴ്വശം കൂടെ ക്ലീൻ ചെയ്യുകയുള്ളായിരുന്നു കേട്ടോ. വളരെ സിമ്പിളാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ എന്ത് സ്പീഡായിട്ട് തന്നെ ചെയ്യുന്നു, ഇതുപോലെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നില്ലേ. വെറുതെയാണ് കേട്ടോ, കുറേ നേരം എടുത്തു. കാറ്റ് അത്രയ്ക്ക് വീശിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കാറ്റ് ഏത് സൈഡിലോട്ട് വീശുന്നു ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് പോയി. അങ്ങനെ തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്നുള്ളതില്ലേ, തോറ്റു കൊടുക്കാൻ ഒട്ടും പറ്റില്ല, ഞാൻ ചെയ്തിരിക്കും. പിന്നെ ഷെയ്ഡിൻ്റെ വൃത്തിയാക്കലും കൂടെ ഉള്ളായിരുന്നു. പിന്നെ താഴത്തേത് നേരെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇടുക. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ റബ്ബർ തന്നെയാണ്, അങ്ങനെ പറമ്പ് പോലെയാണ്. അപ്പം നമുക്ക് കുഴപ്പമില്ല, വേസ്റ്റ് എടുത്ത് കൊണ്ടിട്ട് കത്തിക്കും. ഇത് കുറച്ച് ഞാൻ കത്തിച്ചു, കുറേ ഞാൻ വാരി കളയുമായിരുന്നു കേട്ടോ. റബ്ബറിനകത്തോട്ട് തന്നെ ഇട്ട് കരിയിൽ അവിടെ അങ്ങ് ആകുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അട്ടയായി ഉറുമ്പ് അങ്ങനെ ഒത്തിരി ശല്യം കാണും ഈ ഇതിൻ്റെ മണ്ടയ്ക്ക്. ചോർച്ച പിന്നെ ഭയങ്കരമായിരിക്കും ടെറസിൻ്റെ മണ്ടയിലെ എല്ലാം കൂടെ. അങ്ങനെ എൻ്റെ തൂപ്പുവാരലെല്ലാം കഴിഞ്ഞു. ഒരാശ്വാസമായി. കുരുപ്പ് താഴെ കിടന്ന് മ്യാവോ നനയ്ക്കുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വളരെ സാഹസികമായി ഞാനൊരു അരമണിക്കൂറത്തെ സാഹസികതയിൽ ഞാൻ ക്ലീനാക്കി. അങ്ങോട്ട് ഒരു കുപ്പി വെള്ളവും കുടിച്ച് തീർത്ത് ഇനി നേരെ താഴോട്ടിറങ്ങണം. പിന്നെ